ഇത് കഥകൾക്ക് പഴക്കവും തുടർച്ചയുണ്ട്. ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ മണിക്കൂറിലും ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിയിട്ട് ഈ ഗവൺമെൻറ് മാറ്റിയിരിക്കുക. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി നവമാധ്യമങ്ങളിൽ കൂടെ പ്രതികരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. നിയമം സമാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം. ഇത്തരം ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക് വകുപ്പും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിൻ്റെ സർക്കാരും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇപ്പം ഇവിടെ സൂചിപ്പിച്ച ദുൽക്കിഫലിൻ്റെ കാര്യം തന്നെ, ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക, പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക, എന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല. അന്നിപ്പോൾ കെ രമ MLA അവിടെ അന്ന് കുത്തിയിരിക്കുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടു. അപ്പം അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഗുണ്ടായിസത്തിനുള്ള പിണറായി വിജയൻ്റെ സപ്പോർട്ടാണ്. പോലീസ് ഗുണ്ടായിസം പിണറായി വിജയൻ്റെ സപ്പോർട്ടിലാണ് വളരുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായിസം തഴച്ചു വളരുന്നത്. അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി, അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇന്ന് വടകരയിൽ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. ഈ മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രതിഷേധ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഷാഫി നേരെ വണ്ടി കയറിയത് പാലക്കാട്ടേക്കാണ് എന്നുള്ളതാണ്. പോലീസിന് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണുള്ളത്. ഒന്ന്, ഈ പ്രതിഷേധങ്ങളൊക്കെ അതിന്റെ ഭാഗമെന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു കാരണവുമില്ലാതെ നിരപരാധിയായ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ചല്ലിച്ചതച്ച് ഇഞ്ചം പരിവാക്കി പുറത്തു വിടുന്ന പോലീസുകാർ, ഇത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള ഈ സുജിത്ത് എന്ന് പറയുന്ന ആ നിരപരാധിയായ ചെറുപ്പക്കാരനെ ഇഞ്ചം പരിവാക്കിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതിന് ശേഷം അനവധി പോലീസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനത്തിന്റെ, ആക്രമണത്തിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയൻ, ഈ ആഭ്യന്തര വകുപ്പിൽ യാതൊരു റോളും ഇല്ല എന്ന് തെളിയിക്കുകയാണ്. വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ADGP ആയിരുന്ന MR അജിത് കുമാറിനെ RSS മേധാവികളെ കാണാൻ പറഞ്ഞുവിട്ട ഈ പിണറായി വിജയൻ തൃശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നതിലും തന്റെ പങ്ക് ഒരു പിഴവും കൂടാതെ അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത പിണറായി വിജയൻ ഈ പോലീസിന് മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഇല്ലാതെ പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് അത് സാധാരണക്കാരുടെ ഈ നെഞ്ചും കൂടി ഇടിച്ചു തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അത് മാത്രവുമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികൾ ആരും പരാതി നൽകാതെ ഈ ആരോപണങ്ങൾ കേട്ട ഏതൊക്കെയോ സഖാക്കൾ എഴുതി കൊടുത്ത പരാതിയിന്മേൽ പോലീസിനെ കേസെടുക്കുവാനും അന്വേഷണം നടത്തുവാനും നിർബന്ധിപ്പിച്ചതും ഇതേ ഗുണ്ടകളായിട്ടുള്ള പോലീസുകാർ തന്നെ. അതാണ് ഷാഫി പറഞ്ഞത്, ഇത് പോലീസല്ല, ഇത് ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ ഇത്തരത്തിൽ രാഹുലിനെതിരെ കേസെടുത്തു. അന്വേഷണവുമായി ഈ കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ലഭിക്കാതെ ഒരു ജെന്യൂനായ ഒരു പരാതിക്കാരെ കണ്ടെത്താനോ അതല്ലെങ്കിൽ ഒരു തെളിവുകളെ കണ്ടെത്താനോ സാധിക്കാതെ അവസാനം കേരളം വിട്ട് ബാംഗ്ലൂരിലേക്ക് വരെ ആശുപത്രികളിലേക്ക് തെളിവുകൾ അന്വേഷിച്ച് ചെന്നപ്പോ അവിടെ നിന്നും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു പോലീസിന് എന്നുള്ളതാണ്. അവിടെയും തീർന്നില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോ അവസാനം ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങൾ ഈ പടച്ചുവിട്ട യുവതികളെ സമീപിച്ചു. ഇവരെ സമീപിച്ചപ്പോൾ ഇവർക്ക് പറയാനുണ്ടായിരുന്നത് ഞങ്ങൾ നിയമ നടപടിക്കില്ല എന്നായിരുന്നു. അത് മാത്രമല്ല, ഇവരുടെ മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഇതേ യുവതികൾ പറഞ്ഞത് ഞങ്ങൾ മൊഴി നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഞങ്ങൾ നിയമ നടപടിക്ക് ഇല്ല, പരാതി ഞങ്ങൾ എഴുതി തരില്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പോലീസിനെ അറിയിക്കുക. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ പിണറായി വിജയൻ ഈ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചു. കളി എന്ന് പറഞ്ഞാൽ
2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് 2016 ഇതേ പിണറായി വിജയൻ സരിതയെ ഇറക്കിക്കൊണ്ട് എന്താണോ കളിച്ചത് അതേ കളി ഇത്തരത്തിലുള്ള യുവതികളെ മുൻനിർത്തിക്കൊണ്ട് കളിക്കാമെന്ന് പിണറായി വിജയൻ കരുതി. അങ്ങനെയാണല്ലോ ഒരു പരാതി പോലും ഇല്ലാതെ രാഹുലിനെതിരെ കേസെടുത്തതും അന്വേഷണം ആരംഭിച്ചതും. ഇപ്പോ ഈ ഗുണ്ടകൾക്ക് ഇവർ ഗുണ്ടകൾ മാത്രമാണ്, ഒരു പോലീസ് ബുദ്ധി ഉണ്ടാവില്ല. കാരണം പോലീസ് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ കേസ് അവർ രജിസ്റ്റർ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറഞ്ഞു മനസ്സിലാക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യമനുസരിച്ച് ഇനി കേസ് രജിസ്റ്റർ ചെയ്താലും എന്തെങ്കിലും തെളിവുകളും എന്തെങ്കിലും രീതിയിൽ ഇവരെ കൊണ്ട് പരാതിയും മൊഴിയും എടുക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ ഈ ഗുണ്ടകളായത് കാരണം അതിനുള്ള ഒരു കഴിവൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോ രാഹുലിനെതിരെ ഈ പരാതികൾ ഉന്നയിച്ചവരിൽ മുന്നിൽ മൊഴി കിട്ടാതെ ഒരു പ്രതിസന്ധിയിൽ വന്നു ചെന്ന് നിൽക്കുന്നത് ഈ പോലീസ് ഗുണ്ടകൾ. അപ്പോഴാണ് ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാടേക്ക് എത്തുന്നു. ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വെറുതെ വരുന്നതല്ല. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് DCCയുടെ പ്രസിഡന്റ് തങ്കപ്പൻ KPCCയോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ആ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷവും ഒരു സാഹചര്യവും അവരെ KPCCയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ DCCക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നും, എസ്പെഷ്യലി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകതയെ കുറിച്ചുമാണ് ഈ KPCCയെയും അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെയും ബോധ്യപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ആര്? ഷാഫി പറമ്പിൽ. ഈ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കെ KPCCയുടെ തീരുമാനം, ഈ പാലക്കാട് DCC ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള KPCCയുടെ സമ്മതം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിക്കുവാനുള്ള ഒരു സമ്മതം അത് KPCC നൽകിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുവഴി പാലക്കാട്ടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങുന്ന ദിവസത്തെക്കുറിച്ചും അന്ന് നടത്തേണ്ട പരിപാടികളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു കൂടിയാലോചന തങ്കപ്പനുമായി നടത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി കോൺഗ്രസിന്റെ മുമ്പിലുണ്ട്, DCCയുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി ഒരു സസ്പെൻഷനിലാണ്. ഈ സസ്പെൻഷൻ എന്താണെങ്കിലും പിൻവലിച്ചിട്ടില്ല. ബട്ട് എന്നിരുന്നാലും സസ്പെൻഷനിലാണെങ്കിലും രാഹുൽ പാലക്കാടിന്റെ MLA ആണ്. ആ പാലക്കാടിന്റെ MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം, ഇനി ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്നും അതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഷാഫിയുമായിട്ട് DCC നേതൃത്വം പങ്കുവെച്ചു എന്നുള്ളതുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ പോലീസിന്റെ ഗുണ്ടകൾ എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിലും കേരള സമൂഹത്തിലും ഒറ്റപ്പെട്ട് എളിഭ്യരായി പരിഹാസരായി ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് ഈ സുജിത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇനി അതല്ലാതെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിട്ട ഒരുപാട് വ്യക്തികൾ ഉണ്ട്. അവരുടെ കാര്യങ്ങളിലാണെങ്കിലും പോലീസിന്റെ ഈ ക്രൂരമുഖം അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുള്ളാനിറങ്ങിയ പോലീസിന് എളിഭ്യരായി പ്രതിസന്ധിയിലായി അന്വേഷണം എവിടെയും കൊണ്ട് ചെന്നെത്തിക്കാൻ കഴിയാതെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരവസ്ഥ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വരുന്നതും. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാലക്കാടിന്റെ മണ്ണിൽ വരണമെന്നും പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും പാലക്കാടിന്റെ മണ്ണിൽ ഈ രാഹുൽ മാങ്കൂട്ടം തുടങ്ങി വെച്ച നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ചില ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ മണ്ഡലത്തിന്റെ പുരോഗതിയും സൗകര്യങ്ങൾ നവീകരിച്ചെടുക്കുവാനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കാൻ, അതൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വേണമെന്നുള്ള ഒരു കാര്യവും ഇങ്ങനെ KPCCയുടെ ബോധ്യത്തിലേക്ക് DCC കൊണ്ടുവരുന്നതും. എന്താണെങ്കിലും കാര്യങ്ങൾ രാഹുലിന് അനുകൂലമാവുകയാണ്. ഈ വരുന്ന 15-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോകുന്നതിന് മുമ്പായി ഈ പാലക്കാടിന്റെ മണ്ണിൽ എത്തിക്കുവാനാണ് നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. കൂട്ടത്തിൽ പോലീസിന്റെ എല്ലാ ഈ കിരാതമായ ഈ അതിക്രൂരമായ ആരെങ്കിലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് നടത്തുന്ന ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ
സമൂഹത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനത്തിലുള്ള ആളുകളെ തേജോവധം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ഈ പോലീസിന്റെ നരാധമനത്തിനെതിരെയും കൂടിയാണ് ഇന്ന് KPCC ഇത്തരത്തിൽ എല്ലായിടത്തും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഷാഫി വടകരയിൽ നിന്ന് പാലക്കാട് എത്തിയിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഇത്തരത്തിൽ ഒരു ശുഭവാർത്ത, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ച വാർത്ത, വോട്ട് ചെയ്ത പാലക്കാടിന്റെ ആളുകൾ, പാലക്കാടിന്റെ മക്കൾ, അവർ ആഗ്രഹിച്ച ഒരു വാർത്ത, അത് ഷാഫിയിലൂടെ തന്നെ, അതായത് അവരുടെ മുൻ MLA ആയിട്ടുള്ള, അവരുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഷാഫിയിലൂടെ തന്നെ പാലക്കാട്ടുകാർക്ക് അറിയാനും കഴിയുന്നു എന്നുള്ള വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്.